ഹലോ ഗായ്സ്, ലെറ്റ്സ് പ്ലേൻ്റെ 10ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ട്രെയിനിങ് ഹാൾ സെറ്റാക്കണം. എന്ന് വെച്ചാൽ നമുക്ക് ഡ്രാഗനെ കൊല്ലാൻ പോകുന്നതിൻ്റെ മുന്നേ നമുക്ക് ആർമറും ടൂൾസൊക്കെ ഒന്ന് എൻചാൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു എൻചാൻറ്റിങ്ങിൻ്റെ ഒരു ചെറിയൊരു ഏരിയ സെറ്റാക്കി എടുക്കണം. അപ്പോൾ അതാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മൈൻ കാർട്ടും കുറച്ച് റെയിലും ഒക്കെ എടുത്തതിൻ്റെ ശേഷം നമുക്ക് കുറച്ച് വില്ലേജസിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അതൊക്കെ അങ്ങനെ സെറ്റായി. പക്ഷേ വില്ലേജസിൻ്റെ കാര്യമാണ്, ഇപ്പോൾ അവരെ കാര്യം ആലോചിക്കുമ്പോൾ ചെറുതായിട്ട് തലവേദന വരും. പിന്നെ അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. ഇനി അവിടെ വില്ലേജസ് വന്നിക്കണമെന്ന് അറിയില്ല, ഒന്ന് പോയി നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ഞാനിപ്പോൾ കുറച്ചായി ആ ഭാഗത്തേക്ക് ഒന്ന് പോയിട്ട്. നമ്മൾ അയൺ ഫാം ഇടയ്ക്ക് വർക്കാവും, ഇടയ്ക്ക് വർക്കാവില്ല. പിന്നെ ഇവന്മാരെ കുറച്ച് നമുക്ക് തട്ടാം, എന്നാലാണ് നമുക്ക് ലെതർ കിട്ടുള്ളൂ. ലെതർ ഉണ്ടായാലാണ് നമുക്ക് ബുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള കുറച്ച് കവന് നമുക്ക് ഇവിടുന്ന് തട്ടാം. ഒരു സാഡിൽ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം, എന്നാൽ കുറച്ചുകൂടി എളുപ്പമായി. നമുക്ക് ആണ്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി സുഖമാവും. അപ്പോൾ ഒരു നല്ല കുതിരനെ കണ്ടുപിടിച്ചാൽ നല്ലതാണ്. സാഡിൽ ക്രാഫ്റ്റ് ചെയ്തിടണേ. ഇനി ഒരു കുതിരനെ കണ്ടുപിടിക്കണം. അവന്മാരെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളെ ഈ ഏരിയക്കകത്ത് തന്നെ ഇഷ്ടം പോലെ കുതിര ഉണ്ട്. ഇവിടെ എപ്പോഴും സ്പോൺ ആവലുണ്ട്. ഇവിടുന്ന് ഏതെങ്കിലും ഒന്നിനൊക്കെ എടുത്താൽ മതി. ഈ ഭാഗത്ത് തന്നെ അതൊരു കുതിര നിൽക്കുന്നുണ്ട്. കാണാനൊക്കെ രസമുണ്ട്, പക്ഷേ ഇവന് സ്പീഡും ജമ്പൊക്കെ എങ്ങനെ ഉണ്ട് അറിയില്ല. അത് നോക്കണം. ഇതിൻ്റെ ഹെൽത്തൊക്കെ അത്യാവശ്യത്തിനുണ്ട്. ഇനി ഇവനൊന്ന് ടൈം ചെയ്തെടുക്കട്ടെ. അങ്ങനെ ഇവനെ ടൈം ചെയ്തെടുത്ത് ഇനി നമുക്ക് സാഡിലൊന്ന് കൊടുത്തു നോക്കാം എങ്ങനെയുണ്ട് ഇവൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണമല്ലോ. ഇതിനിങ്ങനെ പോയിട്ട് വലിയ സ്പീഡും കാര്യങ്ങളൊന്നും തോന്നണില്ല. ഇതിനായിട്ട് നല്ല കുതിര ഉണ്ട് വേൾഡിൽ, അതെന്തായാലുമൊക്കെ ഉറപ്പുണ്ട്. ഇത് വലിയ സ്പീഡൊന്നുമില്ല. ഇത് ചാടി നോക്കാം. ഇവൻ 2 ബ്ലോക്കിൻ്റെ മേൽക്കും കൂടി ചാടണില്ല. അപ്പോൾ നമുക്ക് എന്തായാലും പിന്നെ വേണ്ട. പക്ഷേ എനിക്ക് നല്ല ഹാർട്ട് ഉണ്ടായിരുന്നു. ഈ ഭാഗത്തിന് കുറച്ചധികം കുതിര നിൽക്കുന്നുണ്ട്. ഇവന്മാരൊക്കെ ഒന്ന് ടൈം ചെയ്ത് നോക്കട്ടെ. ആ ഭാഗത്തുണ്ടായിരുന്ന എല്ലാ കുതിരനെയും ഞാൻ ഒന്ന് ടൈം ചെയ്ത് നോക്കി. പക്ഷേ ഇവനാണ് ഒന്നുകൂടി നല്ലതായി തോന്നിയത്. കുറച്ചുകൂടി സ്പീഡും ഉണ്ട്, പിന്നെ കുറച്ചുകൂടി ബ്ലോക്ക് ഹൈറ്റിൽ ചാടണമുണ്ട്. ഇനി ഇതിന് നല്ലതിന് കിട്ടിയാൽ നമുക്ക് ഇവനെ മാറ്റാം. പിന്നെ ഒരു കുതിരക്ക് ഇടാൻ പറ്റിയൊരു നല്ല പേരും വേണം നമുക്ക്. ആ ഭാഗത്തൊരു വെള്ളക്കുതിര നിൽക്കണേ, അവനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അവൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ട് നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവനെ എടുക്കാം. ഇവനൊന്ന് ടൈം ചെയ്ത് നോക്കട്ടെ. അങ്ങനെ ഇവനെ ടൈം ചെയ്തെടുത്ത് ഇനി ഒന്ന് നമുക്ക് സാഡിൽ വെച്ച് നോക്കാം. ഇവന് ആവശ്യത്തിനുള്ള സ്പീഡുണ്ട്, നല്ല ഹൈറ്റിൽ ചാടണമുണ്ട്. ഏകദേശം ഒരു 4-5 ബ്ലോക്ക് ഹൈറ്റിൽ ഇവൻ ചാടണുണ്ട്. വേറൊരു വൈറ്റ് കുതിരയും കൂടി ഇതവിടെ, അവനെ കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കാം നമുക്ക്. ഇവന് കുറച്ചുകൂടി ഹാർട്ട് കൂടുതലാണ്. ഇവനും അത്യാവശ്യത്തിനുള്ള സ്പീഡുണ്ട്. അപ്പോൾ നമുക്ക് ഹെൽത്ത് ഇവന് കൂടുതലായതുകൊണ്ട് ഇവനെ നമുക്ക് എടുക്കാം, നല്ലതാണ് തോന്നുന്നത്. നമ്മൾ കുറച്ച് കാലം നമ്മൾ വില്ലേജ് ഫാമിലേക്ക് വന്നിട്ട് ഇതിലേക്കൊന്ന് ഇറങ്ങി നോക്കണം. ഇതിൽ എത്ര വില്ലേജസ് ഉണ്ടെന്ന് അറിയണം നമുക്ക്. അതിലാവശ്യത്തിനേറെയുള്ള വില്ലേജസ് നമ്മൾ കൈക്കപ്പുണ്ട്. ഇനിയും സ്പോണാവും. ഇതാരാ പുതിയ ആള്? ഞാൻ പുതിയ അപ്ഡേറ്റ് ചെയ്തിരുന്നു, ബേബീസൊക്കെ മാറിയല്ലോ. അപ്പോൾ അതിന് ശേഷമുള്ള ബേബി വില്ലേജറാണിത്. ഒരു തല മാത്രമുണ്ട്, വേറെ ഒന്നും കാണാനില്ല. ആപാടെ ഇപ്പോൾ തല മാത്രമുണ്ട് വലുത്. ബോഡിയൊക്കെ ഇനി മെല്ലെ മെല്ലെ വലുതാവുമായിരിക്കും. എന്തായാലും പുതിയ അപ്ഡേറ്റ് നല്ലത് തന്നെ തോന്നണേ. കുറേ സംഭവങ്ങളൊക്കെ വന്ന് ഏകദേശം എല്ലാ മോബിൻ്റെയും ബേബീസൊക്കെ വന്ന്. ചില മോബിൻ്റെ നല്ല വെറൈറ്റിയാണ്, കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ മോബിൻ്റെയും നമുക്കൊന്ന് പോയി നോക്കുകയൊക്കെ വേണം. ഒരു വില്ലേജറിനെ ഞാനാണ് അയച്ചേക്കണേ. അപ്പോൾ നമുക്ക് പെട്ടെന്നാണ്ട് എത്തണം. നമുക്ക് ഈ കുതിര ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് ഓടി എത്തുന്നുണ്ട്. ഇവന് നല്ല കുതിര തന്നെയാണ്. ബ്ലോക്കായ ഞാൻ ഇവിടുത്തെ കുറച്ച് റെയിൽ പൊട്ടിച്ച് മാറ്റിയിരുന്നു, അതൊന്ന് തിരിച്ച് വെക്കട്ടെ. അതങ്ങനെ ഏകദേശം കംപ്ലീറ്റ് വെച്ച് കഴിഞ്ഞ് ഒരു ട്രാപ്പ് ഡോറും കൂടി വെക്കാണ്ട്, അല്ലെങ്കിൽ ഇവന്മാരെ ഇറങ്ങിയും പോവും. നമ്മളെ കയ്യിൽ വുഡ് നമ്മളെ കയ്യിൽ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ക്രാഫ്റ്റ് ചെയ്ത് വെക്കാം. അതങ്ങനെ സെറ്റായി. ഇനി വില്ലേജസിനെ എത്തിച്ചാൽ മതി. പക്ഷേ ഇപ്പോൾ നൈറ്റായി തുടങ്ങി, നമുക്ക് പെട്ടെന്ന് പോയി ഉറങ്ങി നീച്ചിട്ട് വരാം. ഈ കുതിര എത്ര ബ്ലോക്ക് ഹൈറ്റിൽ ചാടുമെന്ന് അറിയണം. നമുക്ക് ഈ വീടിൻ്റെ മേൽക്കൊന്ന് കയറാൻ പറ്റുമോ നോക്കട്ടെ. കയറാൻ പറ്റുന്നതാണ്. കറക്റ്റിന് ജമ്പ് ചെയ്യണം, അല്ലെങ്കിൽ കിട്ടൂല.
ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ അടിപൊളി കുതിരയാണ്, ഒരു രക്ഷയില്ല, അടിപൊളി സാധനം. വേണമെങ്കിൽ ഇവന് ഈ വീടും കയറും, അത്രക്കും സെറ്റപ്പ് സാധനമാണ്. അവിടെ നമുക്ക് പെട്ടെന്ന് ഇറങ്ങി വെച്ചിട്ട് ബാക്കി പണി നോക്കാം. ഇനി ബാക്കി വില്ലേജസിനാണ്ട് എത്തിക്കണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കുറച്ച് മൈൻകാട്ട് നമുക്ക് ഉണ്ടാക്കാം. ഒരു 3 എണ്ണം, നമ്മൾ കഴിയുമ്പോൾ 4 എണ്ണം ഉണ്ട്, നല്ല കയ്യിലിരിക്കട്ടെ. പിന്നെ ഒപ്പം 3-4 വില്ലേജസിന് നമുക്ക് അയക്കാൻ പറ്റും. ആണ് ഒന്നുകൂടി ബെറ്ററായി തോന്നുന്നത്. ഇതിൻ്റെ അകത്ത് ഏകദേശം ഒരു 8-10 വില്ലേജസ് ഉണ്ട്. അവന്മാരെ പെട്ടെന്ന് അയക്കാം. ഒറ്റ ട്രിപ്പിൽ തന്നെ 3 ആൾക്കാരൊക്കെ പോയാൽ നമുക്ക് അത്രയ്ക്ക് സുഖമാണ്. ഇനി നമുക്ക് നമ്മളെ കുതിരേനെ എടുത്തുകൊണ്ട് ആ ഭാഗത്തേക്ക് പോയാൽ മതി. അവലെത്തുന്നതിൻ്റെ മുന്നേ നമ്മളെത്തും, അത്രക്കും സ്പീഡാണ് നമ്മളെ കുതിര. ഇനി ഓരോരുത്തരെ കറക്റ്റിന് ഓരോ കൂട്ടിലാക്കി വെക്കണം, എന്നാലാണ് കറക്റ്റിന് ട്രൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്ന് പെട്ടെന്ന് ചെയ്യട്ടെ. അറിയാതെ ഒരു അടി കൊണ്ട് ഞങ്ങൾക്ക് അവൻ ട്രേഡ് ചെയ്യുമ്പോൾ വില കൂട്ടിയിട്ടാണ് നമുക്ക് തരുള്ളൂ സാധനങ്ങൾ. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അവന്മാരെ അടിക്കാൻ പാടില്ല. അവന്മാരങ്ങനെ സെറ്റാക്കി ഇനി ബാക്കി വില്ലേജസിന് ഇങ്ങോട്ട് എത്തിക്കണം. അപ്പോൾ അതും കൂടി ഒന്ന് പെട്ടെന്ന് നോക്കട്ടെ. അവന്മാരെ എത്തിക്കുന്നതിന് മുമ്പ് നമുക്ക് നിർത്താൻ വേണ്ടിയിട്ട് ഒരു ഏരിയ സെറ്റാക്കി എടുക്കണം. അപ്പോൾ അതിൻ്റെ പണിയൊന്ന് പെട്ടെന്ന് കഴിക്കാം. അങ്ങനെ ഈ ഏരിയ ഒന്ന് സെറ്റാക്കി എടുത്താണ്. ഏകദേശം 4 വില്ലേജസിന് നിർത്താം. അതുപോലെ ഓപ്പോസിറ്റ് സൈഡിലും കൂടി ഒന്ന് സെറ്റാക്കി എടുക്കണം. ഇനി നമ്മളെ പടക്കുതിരനെ എടുത്ത് നമുക്ക് കുറച്ചുകൂടി വില്ലേജസിനെ അവിടെ നിന്ന് കൊണ്ടുവരാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള മൈൻകാട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ട്. ബ്രീഡാവുണ്ട് അവിടുന്ന്, പേടിക്കാനൊന്നുമില്ല. ഇത് കഴിയുന്നതിനനുസരിച്ച് വില്ലേജസ് വന്നോളും. 3 മൈൻകാട്ട് നേരത്തെ പോലെ ഒപ്പം വെച്ച് 3 എണ്ണത്തിനെ കൊണ്ടുപോകാം, പെട്ടെന്ന് കഴിയും. അങ്ങനെ അവന്മാരെ 3 ആളെ നമ്മൾ കൂട്ടിലാക്കി. ഇനി ഈ ഭാഗത്തൊരു ട്രെയിലൊക്കെ ഒന്ന് പൊട്ടിച്ച് മാറ്റി ബാക്കി വരുന്ന സ്ഥലത്ത് നമുക്ക് ട്രെയിൽ വെക്കാം. കുറച്ചുകൂടി വില്ലേജസ് ഉണ്ട്, അവന്മാരെ നമുക്ക് വേണ്ടി എത്തിക്കണം. എൻ്റെ കുതിരക്കുട്ടനോടെ കിട്ടി അവിടെ പോയി വിളിച്ച് വെക്കണം. ഇവനക്കുള്ള പ്രശ്നം എന്താണ്, നമ്മളവിടെ ഇറങ്ങിയുള്ള ആ സ്ഥലത്ത് തന്നെ കാണൂല, കുറച്ച് വിട്ടാവും ഇവൻ നിൽക്കണത്. ഇനി നമുക്ക് കുറച്ചധികം ലെതർ വേണം, എന്നാലേ നമുക്ക് ബുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, എന്നാലേ ലെറ്റർ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ചധികം നമുക്ക് കവിനെ അവിടുന്ന് തീർക്കാം. അതങ്ങനെ ആവശ്യത്തിനുള്ള അയക്കണേ. ഏകദേശം 18 എണ്ണം കിട്ടി. പിന്നെ കുറച്ച് ഫുഡും കിട്ടി നമുക്ക്, അതായാലും നമുക്ക് എന്തായാലും നല്ലതാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വില്ലേജസിന് ഇനി ഒപ്പിക്കാം. ഇനി ബാക്കിയുള്ള വില്ലേജസിന് നമുക്ക് പെട്ടെന്ന് എത്തിക്കാൻ നോക്കാം. ഇനി ഒരു 3-4 വില്ലേജസ് കൂടി ഉള്ളൂ ഇതിൻ്റെ അകത്ത്, 4 ആൾക്കാരും കൂടി ഉണ്ട്. അങ്ങനെ ഇവന്മാരെ ഇവിടെ എത്തിച്ച് അതാ ട്രാപ്പ് ഡോർ വെക്കാൻ മറന്ന്. എടാ ഒന്ന് കയറി നിൽക്കടാ പ്ലീസ്. ഇനി രണ്ടാമത് അവനെ പിടിച്ചു കൊണ്ടുവരണം. അടുത്ത ടാസ്ക് ട്രാപ്പ് ഡോർ ആദ്യം തന്നെ വെച്ചാൽ മതിയെന്ന് എല്ലാത്തിലും. അവന് പെട്ടെന്നൊരു ബോട്ട് കെട്ടിയിരുത്താനാണെങ്കിൽ ബോട്ട് കഴിക്കില്ല. എന്നാലും ആ നടക്കട്ടെ, നമുക്കെന്തായാലും സെറ്റാക്കാം. ബാക്കി വില്ലേജസിനെ ഒന്ന് പെട്ടെന്ന് എടുത്തുകൊണ്ടോട്ടെ, 2 ആൾക്കാർ കൂടി മതി. അപ്പോൾ അവരും കൂടി ഒന്ന് എടുത്തുകൊണ്ടോട്ടെ. അങ്ങനെ ഇവന്മാരെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലാക്കി. ഇനി ഇതൊക്കെ ഒന്ന് പൊട്ടിച്ച് മാറ്റാം. പൊട്ടിച്ച് മാറ്റിയിട്ട് വലിയ കാര്യമൊന്നുമില്ല, നമുക്ക് ഇനിയും കൊണ്ടുവരേണ്ടത് തന്നെയാണ്. ഇനി ഇവന്മാർക്കൊക്കെ നമുക്ക് ജോബ് കൊടുക്കണം. അപ്പോൾ കുറച്ച് ലെറ്റർ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. ലെറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബുക്ക് ആവശ്യമുണ്ട്. ബുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലെതറും കുറച്ച് പേപ്പറിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ കുറച്ച് ഷുഗർ കെയിൻ എടുത്ത് നമുക്ക് പേപ്പറാക്കാം, എന്നിട്ട് നമുക്ക് ലെറ്റർ ഉണ്ടാക്കാം. അങ്ങനെ നമ്മൾ ലെറ്റർ ക്രാഫ്റ്റ് ചെയ്ത് നമുക്കൊരു 10 എണ്ണം ആവശ്യമുണ്ട്. ഒരു 8-10 എണ്ണം ക്രാഫ്റ്റ് ചെയ്യും എന്തായാലും. അതങ്ങനെ സെറ്റായി. നമ്മൾ ഏകദേശം നൈറ്റായി. അപ്പോൾ ഒന്ന് പെട്ടെന്ന് ഉറങ്ങി നീച്ചിട്ട് പോവാം. ഇനി ഇവിടെ നിൽക്കണ എല്ലാവർക്കും നമുക്ക് ജോബ് കൊടുക്കണം. ഇവിടെ ഏകദേശം 8-10 വില്ലേജറാണ് ഉള്ളത്. അങ്ങനെ അതെല്ലാവർക്കും കൊടുത്ത് ഒരു വില്ലേജർ മാത്രം ബാക്കിയായി, നമുക്ക് പിന്നെ കൊടുക്കാം. ഇവന്മാരാരും ജോബ് എടുക്കണില്ല, കുറച്ച് ടൈമേ എടുത്തുള്ളൂ. ഒരുത്തൻ ജോബ് എടുത്ത് ഇതെന്തായാലും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇത് പൊട്ടിച്ച് മാറ്റിക്കൊണ്ട് നമുക്ക് റീസൈക്കിൾ ചെയ്തുകൊണ്ട് തന്നെ നിൽക്കാം. നമുക്ക് ആവശ്യമുള്ള ട്രേഡ് വരുമ്പോൾ നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഇവന്മാരൊന്ന് ട്രേഡിങ് എത്തിക്കട്ടെ.
ഇനി ഒരു നല്ല ട്രേഡ് കിട്ടുന്നത് വരെ ഇത് സൈക്കിൾ ചെയ്തുകൊണ്ട് തന്നെ നിൽക്കണം. അപ്പോൾ ഒരു നല്ല ട്രേഡ് കിട്ടുന്ന വരെ ഒന്ന് ചെയ്യട്ടെ. അങ്ങനെ ഒരു നല്ല ട്രേഡ് കിട്ടി. ഫോർച്യൂൺ 3 ആണ് കിട്ടിയത്. പക്ഷേ 32 എമറാൾഡാണ് അവൻ ചോദിക്കുന്നത്. അത് കുറച്ച് കൂടുതലാണ് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് റീസൈക്കിൾ പിന്നെയും ചെയ്യാം. ഒരു നല്ല ട്രേഡ് കിട്ടുന്ന വരെ ഒന്നുകൂടി ചെയ്യാം. ഫോർച്യൂൺ നമുക്ക് 2-3 ടൂൾസിൽ ഇത് നല്ല ട്രേഡാണ്. അക്വൈഫിനിറ്റി നമുക്ക് ഹെൽമെറ്റിൽ വെക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഒന്ന് വാങ്ങിച്ചിരിക്കണേ. മറ്റേ ഫോർച്യൂൺ നമുക്ക് 32 എമറാൾഡ് നഷ്ടമാണ് പറയാൻ കാരണം നമുക്ക് 3-4 ടൂൾസിൽ ഇടാനുണ്ട്. അപ്പോൾ പിന്നെയും ബുക്ക് വാങ്ങൽ കുറച്ച് ടാസ്ക് ആയതുകൊണ്ടാണ്. ആ വില കുറച്ച് എന്തായാലും നമുക്ക് കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് വില കുറക്കുമ്പോൾ നമുക്ക് വാങ്ങാം. അടുത്ത വില്ലേജറിൽ നമ്മൾ ട്രേഡിങ് തുടങ്ങി. ഒരു നല്ല ട്രേഡ് കിട്ടുന്നത് വരെ നമുക്ക് സൈക്കിൾ ചെയ്തുകൊണ്ട് തന്നെ നിൽക്കാം. നൈറ്റായി. ഇനി ഇവിടെ നിൽക്കുന്നത് മണ്ടത്തരാണ്. നമുക്ക് പെട്ടെന്ന് പോയി ഉറങ്ങി നീച്ചിട്ട് വരാം ആണ് നല്ലത്. അടുത്ത ട്രേഡ് നമുക്ക് കിട്ടി. റെസ്പിറേഷനാണ് കിട്ടിയത്. റെസ്പിറേഷൻ 3. ഇവന് വില കൂട്ടാൻ കാരണം അറിയാതെ ഇവനെ ഒന്ന് തൊട്ട് നോക്കി. അപ്പോൾ വില കൂട്ടി. എന്താണെന്നറിയില്ല, ജസ്റ്റ് ഒന്ന് തൊട്ടിട്ടുള്ളൂ. അതിനാണ് ഇപ്പോൾ വില കൂട്ടിയത്. ഏതായാലും നമ്മൾ ലോക്ക് ചെയ്തിട്ടുണ്ട്. പേപ്പർ കൊടുത്തിട്ട് ലോക്ക് ചെയ്തിരിക്കണേ. നമുക്ക് എമറാൾഡ് കിട്ടുമ്പോൾ ഒന്ന് വാങ്ങാം. ഇനി മെൻഡിങ് നമുക്ക് കിട്ടി. 22 എമറാൾഡിന് മെൻഡിങ്. നല്ല ട്രേഡാണ്. അതുകൊണ്ട് അത് ലോക്ക് ചെയ്ത് ഇനി ഇവനൊന്ന് നമുക്ക് സൈക്കിൾ ചെയ്യാം. അങ്ങനെ അടുത്ത ട്രേഡ് നമുക്ക് കിട്ടി. CP ഹെഡ്ജാണ് കിട്ടിയത് 3. ഇത് 11 എമറാൾഡിന് നമുക്ക് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ട്രേഡാണ്. നമുക്ക് സോഡിനൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ലോക്ക് ചെയ്യണം. പക്ഷേ എൻ്റെയൊക്കെ എമറാൾഡ് ഇല്ല. 11 എമറാൾഡ് എങ്ങനെയും ഒപ്പിക്കണം. കുറച്ച് പേപ്പർ നമുക്കാക്കി വിൽക്കാം. അങ്ങനെ 7 എമറാൾഡ് കിട്ടി. അതുകൊണ്ട് നമുക്ക് കാര്യമില്ല. അതുകൊണ്ട് കുറച്ച് സ്റ്റിക്ക് നമുക്ക് വിൽക്കാം. കുറച്ച് സ്റ്റിക്ക് വിറ്റാണ്ട് കുറച്ച് പൈസ ഉണ്ടാക്കാം. ഇനി നമുക്ക് ഈ ബുക്ക് വാങ്ങാം. 11 എമറാൾഡ് കൊടുത്തുകൊണ്ട് ഈ ബുക്ക് വാങ്ങാം. ഇനി അടുത്ത വില്ലേജറിന് നമുക്ക് ട്രേഡ് ചെയ്തുകൊണ്ട് നല്ല ബുക്ക് ഒപ്പിക്കണം. പിന്നെ നൈറ്റായി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയി ഉറങ്ങി നീച്ചിട്ട് വരാം. അങ്ങനെ അടുത്ത വില്ലേജറിനെ നമ്മൾ അൺലോക്ക് ചെയ്ത്. പക്ഷേ നമുക്ക് കിട്ടിയത് പിന്നെയും മെൻഡിങ് ആണ്. ഇവിടെ വേറെ മെൻഡിങ് ഉണ്ട്. പക്ഷേ ഇത് 22 എമറാൾഡാണ്. മെൻഡിങ് എല്ലാ ടൂൾസിലും ആർമറിലും നമുക്ക് ഇടാനുള്ളതായതുകൊണ്ട് നമുക്ക് കുറഞ്ഞത് തന്നെ എടുക്കാം. 22 കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഇവനെ നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു വാട്ടർ ബക്കറ്റ് ഒഴിച്ചു കൊടുത്താൽ മതി. അവിടെ കിടന്ന് മരിച്ചോളും. നമുക്ക് ഈ ഒരു മെൻഡിങ് നമുക്ക് അൺലോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഒരു മെൻഡിങ് ബുക്ക് നമ്മൾ വാങ്ങി. ഇവിടെ ഒരു വാട്ടർ ബക്കറ്റ് ഒഴിച്ചു കൊടുത്താൽ മതി. അവിടെ നിന്ന് മരിച്ചോളും. നമ്മളായിട്ട് കൊല്ലണ്ട. നമുക്ക് അടുത്ത ട്രേഡ് തുടങ്ങാം. അടുത്ത ട്രേഡ് നമുക്ക് കിട്ടി. ഡെത്ത് റൈഡറാണ് നമ്മളെ ബുക്ക്. അതായത് നമുക്ക് വാങ്ങി വെക്കാൻ ആവശ്യമുള്ളതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ബുക്ക് കിട്ടി. അൺബ്രേക്കിംഗ് 3 ആണ് കിട്ടിയത്. 26 എമറാൾഡിന് നല്ല തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ലോക്ക് ചെയ്യാം. പിന്നെ നല്ല ബുക്ക് കിട്ടി. സിൽടച്ചാണ്. എന്തായാലും 11 എമറാൾഡിന് ഏറ്റവും നല്ല എൻജോയിങ്ങിന് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ലോക്ക് ചെയ്തിരിക്കണേ. ഇനി ഒരു വില്ലേജറും കൂടി ഉണ്ട്. ഇവനും കൂടി ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം കഴിഞ്ഞ്. അപ്പോൾ നൈറ്റ് ആവുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉറങ്ങി നീച്ചിട്ട് വരാം. അങ്ങനെ അടുത്ത ബുക്ക് കിട്ടി. പ്രൊട്ടക്ഷൻ 4 ആണ് കിട്ടിയത്. പക്ഷേ 50 എമറാൾഡാണ്. നല്ല കൂടുതലാണ്. ഇത് നമുക്ക് ടോട്ടൽ 4 വാങ്ങണം. എന്നാലും കുഴപ്പമില്ല. നമ്മളെന്തായാലും ലോക്ക് ചെയ്തിരിക്കണേ. അടുത്ത വില്ലേജറും അൺലോക്ക് ആക്കി. നല്ലത് റെസ്പിറേഷനാണ്. എന്തായാലും നമുക്ക് വാങ്ങി വെക്കാം. ഒരിക്കലേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ എന്തായാലും 45 എമറാൾഡ് അത്ര കൂടുതലല്ല. ഇനി അതൊക്കെ എൻജൻസ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് സൈൻ ബോർഡിൽ എഴുതി വെക്കാം. നൈറ്റ് ആവുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് പോയി ഉറങ്ങി നീച്ചിട്ട് വരാം. അല്ലെങ്കിൽ സോംബീസൊക്കെ വരും. ഇപ്പോൾ തന്നെ ഏകദേശം നൈറ്റായി. ഇനി ബാക്കിയുള്ള എല്ലാത്തിനും നമുക്ക് പേരിടാം. ലാസ്റ്റ് വൺ എല്ലാത്തിനും നമ്മൾ പേരിട്ട്. ഇപ്പോൾ ഇനി ഇവന്മാരൊക്കെ ഉള്ളത്. ഇവന്മാർക്കൊന്നും നമ്മൾ തൽക്കാലത്തിൽ പേരില്ല. നമുക്ക് ബുക്കൊക്കെ നോക്കാൻ മനസ്സിലാവാനുള്ള രീതിയിലാണ് പേരിട്ടിരിക്കുന്നത്. മറ്റവർക്കൊന്നും അതിൻ്റെ ആവശ്യമില്ല. ഇനി ഏരിയ ക്ലിയർ ചെയ്ത് ഒന്നും കൂടി ഭംഗിയിൽ ബിൽഡ് ചെയ്തെടുക്കണം. ഇനി ഒരു 2 വില്ലേജർമാർ കുറവുണ്ട് അവിടെ. അപ്പോൾ ഇവന്മാരെ 2 ആൾക്കാരെ ഇവിടെ നിന്ന് എടുക്കണം. അതും കൂടി സെറ്റാക്കിയതിൻ്റെ ശേഷം ഫിനിഷ് ചെയ്യുക വീഡിയോ.
ഒരു വില്ലേജർ കൂടിപ്പോയി. അവനക്ക് തൽക്കാലം നിൽക്കാൻ വേണ്ടിയിട്ട് ഡേർട്ടുകൊണ്ട് ഇവിടെ ഒരു ഏരിയ സെറ്റാക്കി എടുക്കുകയാണ് തൽക്കാലത്തിന് വേണ്ടി. പിന്നെ നമുക്ക് പൊട്ടിച്ച് മാറ്റണം. അങ്ങനെ ഇവൻ്റെ കയ്യിൽ നിന്ന് നല്ല ട്രേഡ് കിട്ടി. ഫയർ ആസ്പെക്റ്റ് 2 അത് നല്ലതാണ്. 41 എമറാൾഡ് ഉണ്ട്. അത് ഞാൻ ഒരു അടി കൊടുത്ത് അറിയാതെ എനിക്ക് അപ്പോൾ കൂട്ടിയതാണ്. 31 ഉള്ളൂ. എന്നാലും നമ്മൾ ഒറ്റ ടൈമേ വാങ്ങുള്ളൂ, അതുകൊണ്ട് അത് കുഴപ്പമില്ല. നൈറ്റായി, സോംബീസും മോബൊക്കെ ഇറങ്ങി. നമുക്ക് പെട്ടെന്ന് പോയി ഉറങ്ങി വെച്ചിട്ട് വരാം. ഇനി ഇവൻ്റെ കയ്യിൽ നിന്ന് ഇതൊന്ന് ലോക്ക് ചെയ്യണം ഫയർ ആസ്പെക്റ്റ്. അപ്പോൾ നമുക്കൊരു ബുക്ക് ഷെൽഫ് വാങ്ങുക. ഈ ഒരു 4 ദിവസത്തിന് മൈൻക്രാഫ്റ്റ് കളിക്കുള്ള മൂടൊക്കെ പോയി. എന്നാൽ ഈ ക്രീപ്പർ ഇത് എവിടുന്ന് വന്നതെന്നൊക്കെ മനസ്സിലാവാത്തത്. നമ്മൾ വന്നപ്പോൾ ഇവിടെ ഇല്ലേന്ന്, പെട്ടെന്ന് ബാക്കിലോടുന്ന് പൊന്തിന്നാണ്. ഈ വില്ലേജർമാരൊക്കെ ഇത് തിരിച്ച് കൂട്ടിൻ്റെ ഉള്ളിൽ കയറ്റണമല്ലോ. വില്ലേജർമാർ ആരെങ്കിലും മരിച്ചിക്കണമെന്നാവും, ആണ് എനിക്ക് പേടി. ഞാൻ ഇവന്മാരെ എങ്ങനെയെങ്കിലും ഒന്ന് കയറ്റാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരെയും ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കയറ്റി. ഇനി സൈൻ ബോർഡൊക്കെ വെക്കണം, എന്നാലേ കറക്റ്റിന് മനസ്സിലാവുള്ളൂ. എല്ലാവരും ട്രേഡും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. 2-3 വില്ലേജസിന് കാണില്ല എന്നാണ് തോന്നണത്. അതൊക്കെ ഇനി പിന്നെ നോക്കാം. എൻ്റെ എല്ലാ കിളിയും പോയിരിക്കുകയാണ്. എന്നാലും ക്രീപ്പർ തീർന്നു വന്നേ, അതാണെനിക്ക്. അപ്പം നൈറ്റ് ആവുന്നുണ്ട്. എന്തായാലും ഇനി ഇവിടെ രാത്രി നിൽക്കണ്ട, ഇവിടെ ഒക്കെ ഒന്ന് ഏരിയ ഒക്കെ ഒന്ന് ക്ലിയർ ആയതിൻ്റെ ശേഷം നല്ലപോലെ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. അപ്പോൾ നാളെ കാണാം.